അങ്ങനെ ചെറിയ പെരുന്നാളാണ്. 30 ദിവസത്തെ നോമ്പിന് ശേഷം നമ്മള് കാത്തുന്ന ദിവസം നമ്മളാണെങ്കിൽ ഇപ്പൊ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഷോപ്പിലേക്ക് തന്നെ പോകും. നമുക്ക് ഇന്നും ഷോപ്പ് അതായിരിക്കും സൂപ്പർ മാർക്കറ്റ് പണി. എല്ലാരെയും വിഷമം. പള്ളിന്റെ അവിടെ എത്തിയപ്പോഴോ റോഡുമല്ല മൊത്തം നിസ്കാരപ്പെട്ട വിട്ട് കുത്തിരിക്കുക. ഓരോ ഞാൻ വിചാരിച്ചത് ഇവിടെ പുറത്ത് നിസ്കരിക്കുന്നത് നടക്കൂല. അതതിന് ഇവിടെ എല്ലാരും പറഞ്ഞു നടക്കും. പിന്നെ നമ്മളെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തർ ഈദ് മുബാറക്കും പറഞ്ഞു ഞാൻ മെല്ലെ റൂമിലേക്ക് പോകാനുള്ള പരിപാടി. റൂമിലെത്തിയപ്പോഴാണ് നമ്മൾ ഈ മുതലിനെ കാണുന്നത്. ഇതാണ് നമ്മളെ ഇഷാമുക്ക. പിന്നെ നമ്മൾ ഓനിക്ക് കൊടുത്തു ഒരു ഈദ് മുബാറക്ക്. നമ്മള് ഷോപ്പ് ഓർക്കുമ്പോ നമ്മള് രണ്ടാളുമാണ് രാവിലത്തെ ഡ്യൂട്ടിക്കാർ. അതാണ് ഇവനും റൂമിലേക്ക് ഓടി വന്നത്. പിന്നെ നമ്മള് രണ്ടാളും മെസ്സിലേക്കാട്ട് നടന്നു രാവിലത്തെ ചായ കുടിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷോപ്പ് തുറക്കാൻ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ബഡായി ബായിനെ കാണുന്നത്. അല്ല ബഡാബായിനെ കാണുന്നത്. നമ്മളെ ഷായിൽഖാനെ. പിന്നെ ഓനും ഓടി വന്ന് നമുക്കൊരു ഈദ് മുബാറക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഓനൊക്കെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങി. എനിക്കാണെങ്കിലോ ഷോപ്പിലേക്ക് കയറാനും അയക്കും. അതിന്റെ മുന്നേ മെസ്സ് പോയിട്ട് ഫുഡും കഴിക്കും. അങ്ങനെ മെസ്സിലേക്ക് പോകുമ്പോഴേനും നമ്മളൊരു അറബിനെ കാണും. നമ്മള് പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നമ്മൾ അപ്പുറത്തെ മാനേജറാന്ന് മനസ്സിലായി. പിന്നെ നമ്മള് മൂപ്പർക്ക് ഒരു ഈദ് മുബാറക്ക് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളോ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മളെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. പിന്നെ നിങ്ങൾക്ക് ഒരാളെയും കൂടി പരിചയപ്പെടുത്തിയത് ഇതാണ് നമ്മളെ നന്ദകുമാർ. നമ്മളെ നിസ്കാരം കഴിയാൻ കാത്തിരിക്കാൻ റൂമിൽ നമ്മളെ കൂടെ ഇറങ്ങാനേ. മെസ്സിലാണെങ്കിലൊന്ന് നല്ല ആംപ്ലേറ്റും ബ്രെഡും പിന്നെ അതും വേഗം തിന്ന് നമ്മള് ഷോപ്പിലേക്ക് ഒരു ഓട്ടോ ഓടി. അപ്പോഴാണ് നമ്മൾ ഇവലെ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അടുത്തുള്ള തലാൽ വേറെ 2 സ്റ്റാഫുകളാണ്. ഓല എങ്ങോട്ടോ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിൽ പോയിക്കൊണ്ട് ഞാൻ പിന്നെ ഓല വെറുപ്പിക്കാണ്ട് വേഗം അങ്ങോട്ട് ഷോപ്പിലേക്ക് ഓടിക്കുക. ഞാൻ പിന്നെ ആലോചിക്കുക ഇന്നെങ്കിലും ഇവൽക്ക് ഒരു ലീവ് വന്നൂടെ. അതെന്താന്ന് വെച്ചാ ഇന്നലെ നമ്മളെ ഡ്യൂട്ടി ചെയ്യുന്നത് 5 മണിക്ക്. ഏത് പൊലച്ച 5 മണിക്ക്. പിന്നെ റൂമിൽ പോയി കുളിച്ചു മാറ്റി വേഗം പള്ളിയിലേക്ക് കയറി. പിന്നെ നിസ്കാരം കഴിഞ്ഞപ്പോഴോ പിന്നെ ഇതാ അവിടേക്ക് കയറി. ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ച കൊണ്ട് 12:30 ആകുമ്പോഴത്തേന് ഷോപ്പും പൂട്ടി. അപ്പോഴാണ് നമുക്കൊരു സമാധാനമായി. ഇനി റൂമിൽ പോയി ഒരു കിടത്തം കിടന്ന ഉസാറായി. അതിന്റെ മുന്നേ നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കും വേണം. പിന്നെ മെസ്സ് പോയി ചോറും കഴിക്കും. റൂമിൽ നിന്ന് വേഗം ഒതു കൊടുത്ത് വേഗം നിസ്കരിക്കാൻ ഓടി. പിന്നെ നിസ്കാരവും കഴിഞ്ഞ് ഇഷാമിനെയും കൂട്ടി വേഗം മെസ്സിലേക്ക് ആർന്ന് പിന്നെ വേഗം ഫുഡും കഴിച്ച് റൂമിലേക്ക് തന്നെ. ഇന്ന് ഞാൻ കുറെ പ്ലാനൊക്കെ ഇട്ടേ. കുറെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അതിന് ഞാൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ റോട്ടുമൊക്കെ എടുക്കും. അതുകൊണ്ട് നമുക്ക് ഇനി നാളെ കാണാം. അപ്പോ ശരി എന്നാ.